ലൈവില് കഴിഞ്ഞ കുറെ സമയമായിട്ടൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ബറും അനുമോളും തമ്മില്. അനുമോൾക്ക് പുറത്ത് PR ഉണ്ട് എന്ന് അക്ബറിനകത്ത് സപ്പോർട്ട് ഉണ്ട് എന്ന് അനുമോള്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് വഴക്കാണ് കേട്ടോ. ഇപ്പൊ പറയാൻ പോകുന്ന ഇതൊന്നുമല്ല. കഴിഞ്ഞ കുറെ സമയമായിട്ട് ബിഗ് ബോസിന്റെ നിയമങ്ങളെ ലംഘിച്ച് ബിഗ് ബോസ് പറയുന്നതിനെ ധിക്കരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറയും ആര്യനും. ഇവര് രണ്ടുപേരും ബിഗ് ബോസിന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാതെയാണ് ഈ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോർ അടച്ചിടണം എന്നുള്ള ബിഗ് ബോസിന്റെ ആ റൂളിനെ അങ്ങ് പാടെ അങ്ങ് ലംഘിക്കുകയാണ് ഇവർ രണ്ടുപേരും. ആര്യൻ എന്നിട്ട് കാലൊക്കെ എടുത്ത് മുകളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്, നൂറയുടെ പുറത്തേക്ക് കയറി ഇരിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ തിരിഞ്ഞിരിക്കുന്നുണ്ട്. കാലെടുത്ത് മേളിലേക്ക് കയറ്റി വെച്ചിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ആര്യൻ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോണം, എന്ത് ചെറ്റത്തരമാണെന്ന് ഓർത്തോണം. അനീഷ് അവിടെ സഫോക്കേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെയും അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള കളിയാണ് കളിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊരു കളി നൂറ കളിക്കാനായിട്ട് നിന്നു കൊടുക്കുന്നത് എന്താണെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല. ഞാൻ ഇതിലേക്ക് എത്തിയൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനൊപ്പം ഇരിക്കാൻ വേണ്ടി ആയിരിക്കും. ഈ ഒരു ഗെയിമിൽ സത്യം പറഞ്ഞ ആര്യനെ പുറത്താക്കിയിട്ടേ നൂറയ്ക്ക് കാര്യമുള്ളൂ. നൂറയാണ് ടാസ്കില് ഫസ്റ്റ്, എല്ലാ ടാസ്കിലും ഫസ്റ്റ് വന്നത് നൂറയാണ്. സ്കോർ ബോർഡിൽ ഒന്നാമത് നിൽക്കുന്ന നൂറയാണ്. ആര്യനെ പുറത്താക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നൂറയ്ക്ക് ഇതിൽ കയറി വരാൻ സാധിക്കുകയുള്ളൂ. അനീഷ് അപ്പൊ അവിടെ ഒരു ഈസി ടാർഗറ്റ് മാത്രമാണ്. അനീഷിനെ എന്തിനാണ് ഇവർ പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആര്യനുമായിട്ട് നൂറയ്ക്ക് ഓൾറെഡി ഗ്രഡ്ജും ഉണ്ട്. അപ്പോ ആര്യനെയാണ് പുറത്താക്കാനായിട്ട് നൂറ ശ്രമിക്കേണ്ടത്. പക്ഷെ ശ്രമിക്കുന്നത് എന്താണ്? അനീഷിനെ വേഗം പുറത്താക്കാം, അനീഷിനെ പുറത്താക്കാൻ വേണ്ടി തള്ളാം, ആ മനുഷ്യനെ മാക്സിമം മെന്റലി സപ്രസ് ചെയ്ത് ടോർച്ചർ ചെയ്ത് പുറത്താക്കാം എന്നുള്ളൊരു ശ്രമമാണ് നൂറ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനെപ്പറ്റി സംസാരിച്ചേ പറ്റുള്ളൂ. ഈ ആര്യനൊപ്പം ഇരിക്കാൻ വേണ്ടി തന്നെയാണോ നൂറ അനീഷിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്? ഇത് എന്റെ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. ചിരിച്ച് കളിച്ച് ആഹ്ലാദിച്ചാണ് നൂറ ഇരിക്കുന്നത്. അതും ആര്യൻ ഇങ്ങനെ പുറത്തേക്ക് കയറിയിരിക്കുമ്പോഴും ഒന്നും നൂറയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. സാധാരണ ലെസ്ബിയൻസ് ആയിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം. അല്ലാതെ വെറുതെ ചാടിക്കേറി കമന്റ് ഇടാനൊന്നും പോകരുത്. ലെസ്ബിയൻസ് ആയിട്ടുള്ളവരെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോ ആര്യൻ അങ്ങനെയൊന്നും ഇരിക്കുമ്പോൾ നൂറയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അതിനെതിരെ പ്രതികരിക്കുന്നുമില്ല. ഇതെന്തൊരു കഷ്ടമാണ്. അനീഷിനെയാണ് പുറത്താക്കാൻ ശ്രമിക്കുന്നത്. എന്ത് കഷ്ടമാണിത്. അനീഷ് അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഗെയിം നല്ല വൃത്തിക്കാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ സ്ലേറ്റോട് കൂടിയാണ് അനീഷ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് അവിടെ നൂറെ തള്ളിയിട്ടില്ല, നൂറെ പുറത്താക്കാനും ശ്രമിച്ചിട്ടില്ല. അനീഷ് ഒന്ന് ആഞ്ഞ് തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർ കൂടി ആര്യനെ പുറത്താക്കാവുന്നതേ ഉള്ളൂ. ആര്യൻ ഇത്തിരി ലൈറ്റ് വെയിറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആര്യനെ പുറത്താക്കാനായിട്ട് അനീഷ് അങ്ങനെ ഒരു വൃത്തികെട്ട കളി കളിക്കുന്നില്ല. ആര്യനാണ് കാലെടുത്ത് മേലേക്ക് കയറ്റി വെച്ച് രാജാവിനെ പോലെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മഹാചട്ടത്തരമാണ്. നൂറ ശരിക്കും ലെസ്ബിയൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല, സംശയമുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.